എല്ലാവർക്കും നമസ്കാരം. നമ്മുടെയൊക്കെ വീടുകളിൽ ഗസ്റ്റ് വരുമ്പം അവർ വെൽക്കം ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു ഡ്രിങ്ക് കൊടുക്കാറുണ്ട് അല്ലേ? ഇനി മുതൽ അതൊരു മിൽക്ക് ഷേക്ക് ആയാലോ? അതും നല്ല ഇംപ്രസീവ് ആയിട്ടുള്ള അട്രാക്റ്റീവ് ആയിട്ടുള്ള നല്ല അടിപൊളി മിൽക്ക് ഷേക്ക്സ്. ഇങ്ങനെയൊക്കെ ഷേക്ക് തയ്യാറാക്കി കൊടുത്താലേ ഗസ്റ്റിനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇംപ്രസ് ചെയ്യാവേ. ടേസ്റ്റ് മാത്രമല്ല കേട്ടോ, കാഴ്ചയിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഷേക്സ് ആണ്. ഇന്ന് നമ്മൾ 4 മിൽക്ക് ഷേക്സിന്റെ റെസിപ്പിയാണ് കേട്ടോ കാണാൻ പോകുന്നത്. സ്ട്രോബെറി, മാംഗോ, പീനട്ട് ചോക്ലേറ്റും അതുപോലെ തന്നെ ഓറിയോ മിൽക്ക് ഷേക്കും ആണ്. അപ്പോൾ ആദ്യത്തെ റെസിപ്പിയിലേക്ക് കടന്നാലോ? ആദ്യം തന്നെ നമ്മൾ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ആണ് കേട്ടോ തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തേക്കുന്ന ജ്യൂസ് ജാർ ആദ്യം തന്നെ കുറച്ച് ചോക്ലേറ്റ് സോസിൽ ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിന്റെ ചോക്ലേറ്റ് സിറപ്പ് വേണമെങ്കിലും ഉപയോഗിക്കാം. ഇത് ഞാൻ ഡെക്കറേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഡെക്കറേഷൻ ഒന്നും വേണ്ട, സിമ്പിൾ ആയിട്ട് ഒരു ഷേക്ക് മാത്രം തയ്യാറാക്കിയാൽ മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സൊക്കെ സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളേ. അപ്പം ഞാൻ കുറച്ചും കൂടെ ഡെക്കറേറ്റീവ് ആക്കാനായിട്ട് സിൽവർ ഡ്രോപ്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷുഗർ ബീഡ്സ് വേണമെങ്കിലും എടുക്കാം. ഇപ്പോൾ ഒരുപാട് കളറിലും അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സിലൊക്കെ അവൈലബിൾ ആണല്ലോ. അപ്പോൾ അത് വേണമെങ്കിൽ മാത്രം ചെയ്യാമേ. അപ്പോൾ ഇത് നമ്മൾ സ്പ്രിങ്കിൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് സിറപ്പിൽ സ്റ്റിക്ക് ചെയ്തിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ജ്യൂസ് ജാർ മാറ്റി വെക്കാം. ഇനി നമുക്ക് നമ്മുടെ ബ്ലെൻഡറിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് സ്ട്രോബെറീസ് ആണ് കേട്ടോ. നല്ല റെഡിഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് ആണ് ഞാനിവിടെ ആഡ് ചെയ്യുന്നത്. ഇതിലേക്ക് ഞാനിവിടെ ഏകദേശം 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അതിനനുസരിച്ച് ചേർത്ത് കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള പാലും കൂടെ ചേർത്ത് നമുക്ക് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണേ. ഇനി മിൽക്ക് ഷേക്ക് തിക്കായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫ്രോസൺ മിൽക്ക് അല്ലെങ്കിൽ നമ്മുടെ സ്ട്രോബെറീസ് ഒന്ന് ഫ്രോസൺ ചെയ്തെടുത്താലും മതിയാകും. അപ്പോൾ എനിക്കിവിടെ കുറച്ച് ലൂസായിട്ട് തന്നെയാണ് കേട്ടോ ആവശ്യം, കാരണം ഞാൻ വിപ്പിംഗ് ക്രീം ഒക്കെ ചേർക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ തയ്യാറാക്കിയ സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഞാൻ ഇവിടുത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഡെക്കറേറ്റ് ചെയ്യേണ്ടേ. അപ്പം ഞാൻ ബാസ്കിൻ റോബിൻസിൻ്റെ വിപ്ഡ് ലൈറ്റ് ക്രീമാണ് കേട്ടോ എടുത്തേക്കുന്നത്. അപ്പോൾ ഏത് വിപ്പിംഗ് ക്രീം വേണമെങ്കിലും ഉപയോഗിക്കാമേ. ഇതിന് പകരമായിട്ട് വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഐസ്ക്രീം വെച്ചും ടോപ്പ് ചെയ്യാൻ പറ്റും. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീമിൻ്റെ മുകളിലായിട്ട് ഞാനൊരു സ്ട്രോബെറി കട്ട് ചെയ്തതിന് ശേഷം അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മുടെ കളർഫുൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് നമ്മുടെ സെക്കൻഡ് റെസിപ്പിയിലേക്ക് പോകാമേ. നമ്മുടെ നാട്ടിൽ സുലഭമായിട്ട് കിട്ടുന്ന ഒരു സീസണൽ ഫ്രൂട്ടാണ് മാംഗോസ് അല്ലേ? അപ്പോൾ അത് വെച്ചിട്ടൊരു മിൽക്ക് ഷേക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? അപ്പം ഞാനിവിടെ ഗ്ലാസ് ജാർ കുറച്ച് ജാം ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഡെക്കറേറ്റ് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് സ്പ്രിങ്കിൾസ് നേരത്തെ ഉപയോഗിച്ചില്ല, അത് തന്നെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജാമിൽ ഇത് സ്റ്റിക്കായി നിന്നോളും. ഇനി നമ്മുടെ ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമും ചോപ്പ് ചെയ്ത് വെച്ച മാംഗോസും ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമ്മൾ മാങ്ങ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല മധുരമുള്ള മാങ്ങ ആയിരിക്കണം. മധുരം കുറവാണെങ്കിലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവേ, കുറച്ച് പഞ്ചസാരയൊക്കെ എക്സ്ട്രാ ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അധികം പുളിയില്ലാത്ത മാങ്ങ നോക്കി എടുക്കാൻ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് ഞാൻ ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ അളവിൽ തന്നെ പഞ്ചസാരയും അതുപോലെ പാലുമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല തണുത്ത പാലാണ്, ഫ്രോസൺ മിൽക്ക് അല്ലെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനും നിങ്ങൾക്ക് ഫ്രോസൺ മിൽക്കോ അല്ലെങ്കിൽ മാംഗോസ് ചോപ്പ് ചെയ്ത് നമുക്ക് ഫ്രോസൺ ആയിട്ടും ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല തിക്ക് ഫോമിൽ കിട്ടും. ഇത് തന്നെ അത്യാവശ്യം തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയേക്കുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ ജ്യൂസ് ഞാനിവിടെ ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് സെയിം പ്രോസസ്സാണ് കേട്ടോ, നമ്മുടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ചിട്ടൊന്ന് ടോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് തോന്നിയോണ്ട് ഞാൻ കുറച്ച് ജാം ഇതിൻ്റെ മുകളിലായിട്ട് ഡ്രിസിൽ ചെയ്ത് കൊടുത്ത് ഒരു പീസ് മാംഗോയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള മാംഗോ മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മുടെ തേർഡ് റെസിപ്പിയിലേക്ക് പോയാലോ? പീനട്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആണ്. നിങ്ങൾ ആരും ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്യേണ്ട റെസിപ്പി തന്നെയാണ്. ഇവിടെ ഞാൻ നമ്മുടെ ഗ്ലാസ് ജാർ ചോക്ലേറ്റ് സിറപ്പിലാണ് ഡിപ്പ് ചെയ്തെടുക്കുന്നത്. അതിൻ്റെ ടോപ്പ് പോർഷൻ ഡിപ്പ് ചെയ്തെടുക്കണം. ഇനി ഞാനിവിടെ കുറച്ച് റോസ്റ്റ് ചെയ്യാത്ത പീനട്ട് എടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുക, കൈ കൊണ്ട് തന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. മിക്സി ജാറിലൊക്കെ ഇട്ട് ഒരുപാട് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പം ഞാൻ ഇനി ഈ ചോക്ലേറ്റ് സിറപ്പ് മുഖ്യ ഭാഗം ഞാൻ ഈ പീനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മിക്സി ജാറിലേക്ക് 2 സ്കൂപ്പ് ചോക്ലേറ്റ് ഐസ്ക്രീമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ആഡ് ചെയ്യുന്ന മെയിൻ ഐറ്റമാണ് നമ്മുടെ പീനട്ട് ബട്ടർ. പീനട്ട് ബട്ടർ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ബ്രെഡിൻ്റെ കൂടെയും ദോശയൊക്കെ തയ്യാറാക്കുമ്പോഴാണെങ്കിലും നമുക്ക് കറിയൊന്നും ഇല്ലെങ്കിൽ ഇത് മാത്രം ഉപയോഗിച്ചാൽ മതിയാകും, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യമുള്ള പഞ്ചസാരയും പാലും കൂടെ ചേർത്ത് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പീനട്ട് ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വിപ്പിംഗ് ക്രീം വെച്ചൊന്ന് ടോപ്പ് ചെയ്യാം. മുകളിലായിട്ട് കുറച്ച് പീനട്ട് ഒന്ന് ക്രഷ് ചെയ്തും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഉപയോഗിച്ച പാല് നല്ല ഐസ് കോൾഡ് മിൽക്ക് ആയിരുന്നു കേട്ടോ, ഫ്രോസൺ അല്ലെന്നേ ഉള്ളൂ. നല്ല തണുപ്പായിരുന്നേ, എങ്കിൽ മാത്രമേ നമ്മുടെ മിൽക്ക് ഷേക്കിനൊക്കെ നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഐസ് ചേർത്താൽ ഭയങ്കരമായിട്ട് വാട്ടറി ആയി പോവും. അപ്പോൾ ഐസ് ചേർക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. അങ്ങനെ നമ്മുടെ തേർഡ് റെസിപ്പി ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മുടെ നാലാമത്തെ ലാസ്റ്റ് റെസിപ്പിയിലേക്ക് പോയാലോ? നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്കാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ മറ്റു ഡെക്കറേഷൻസിലേക്ക് ഒന്നും പോകുന്നില്ല. നമ്മുടെ മിക്സി ജാറിലേക്ക് 2 സ്കൂപ്പ് വാനില ഐസ്ക്രീമാണ് എടുക്കുന്നത്.
അപ്പോൾ ഇനി ഇതിലേക്ക് ഞാനിവിടെ മിൽക്ക് ആൻഡ് ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഓറിയോ ബിസ്ക്കറ്റാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓറിയോ ബിസ്ക്കറ്റ്സ് ഉണ്ടല്ലോ, അപ്പോൾ ഏത് വേണമെങ്കിലും ഓപ്റ്റ് ചെയ്യാമേ. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള പാലും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ നല്ല ചിൽഡ് മിൽക്കാണ് എടുക്കുന്നത്. പഞ്ചസാരയൊക്കെ അവനവൻ്റെ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കണേ. ഇത് ആവറേജ് മധുരമാണ് കേട്ടോ, ഒരുപാട് അങ്ങ് മധുരമല്ല, എന്നാൽ ആവശ്യത്തിനുള്ള മധുരമുണ്ട്. ആ ഒരു രീതിക്കാണ് കേട്ടോ ഞാൻ പഞ്ചസാര എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ലാസ്റ്റ് റെസിപ്പി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഓറിയോ മിൽക്ക് ഷേക്ക് അങ്ങനെ നമ്മുടെ ജ്യൂസ് ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം ഉപയോഗിച്ച് തന്നെ ഒന്ന് ടോപ്പ് ചെയ്തെടുക്കാം. ഇതിന് പകരമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഐസ്ക്രീം വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വിപ്പിംഗ് ക്രീം ഇല്ലയെന്ന് വെച്ചിട്ട് നമ്മളിത് തയ്യാറാക്കാതിരിക്കേണ്ട, ഐസ്ക്രീം അതിന് പകരം ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ഓറിയോ ബിസ്ക്കറ്റും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്രീം ഇല്ലാത്ത ഭാഗം നോക്കിയിട്ട് ഓറിയോ ബിസ്ക്കറ്റ് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ പൗഡറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എൻ്റെ മുകളിലായിട്ട്. അങ്ങനെ നമ്മുടെ 4th മിൽക്ക് ഷേക്ക്, അതായത് ഓറിയോ മിൽക്ക് ഷേക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആണല്ലോ. ഓറിയോ മിൽക്ക് ഷേക്ക് എല്ലാവരും ഓൾമോസ്റ്റ് ട്രൈ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ 4 മിൽക്ക് ഷേക്കിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇനി ഗസ്റ്റൊക്കെ വീട്ടിൽ വരുമ്പോൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതോടൊപ്പം നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ഏതാണെന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല.